ഇപ്പോൾ റിമാൻഡിലേക്ക് പോകുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ ശരൺ? അല്പസമയത്തിൽ നമുക്കത് ക്ലാരിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അഭിഭാഷകൻ പറയുന്നത് ഇപ്പോൾ റിമാൻഡ് ചെയ്യരുത്, ഇനിയിപ്പോൾ തുടർച്ചയായ ദിവസങ്ങൾ അവധിയാണ്, ജാമ്യാപേക്ഷ നൽകാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്നാൽ പക്ഷേ മജിസ്ട്രേറ്റിന് മുന്നിൽ പോലീസ് തെളിവുകൾ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള പഴുതടച്ചുള്ള അന്വേഷണമാണ് ഇക്കാര്യത്തിൽ നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രാഥമികമായ എല്ലാ തെളിവുകളും ശേഖരിച്ച ശേഷമാണ് രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഇപ്പോൾ ഒരു ജാമ്യാപേക്ഷ സമർപ്പിച്ച മജിസ്ട്രേറ്റിന് കാര്യം അതിപ്പോൾ പരിഗണിക്കുക കൂടി സാധ്യമല്ലെന്ന് തോന്നുന്നു. കാര്യം പ്രാഥമിക തെളിവുകളെല്ലാം പോലീസ് സമർപ്പിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഇരുവരും ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം യുവതിയുടെ വിശദമായിട്ടുള്ള സാറേ നിയമപരമായി നീങ്ങാൻ തന്നെയാണോ തീരുമാനം? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇനി പിന്നെ പ്രകോപനം എന്താണ്? പ്രകോപനം വരെ റിമാൻഡിലാണ്. 13-4 വരെ റിമാൻഡാണ്. ജാമ്യാപേക്ഷ ഇന്ന് വാദം കേൾക്കും. ഇന്ന് കോടതിയിൽ വാദം കേൾക്കും. ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ വാദം കേൾക്കും. ഇല്ല, ഇപ്പൊ ഇത് ഇനീഷ്യൽ സ്റ്റേജ് ആണ്. കംപ്ലൈന്റിന്റെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. അത് നോക്കിയിട്ടേ വാദം പറയാൻ പറ്റുള്ളൂ. അതെ, എറണാകുളം സബ് ജയിലിൽ ഇന്ന് ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് കോടതിയിൽ പരിഗണിക്കും. ഇന്ന് അല്ല, രഞ്ജിത്ത് പറഞ്ഞത് അങ്ങനെയാണ്. രഞ്ജിത്ത് എന്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ഈ പരാതിയിൽ കഴമ്പില്ല, സത്യമില്ല എന്ന് തന്നെ പറഞ്ഞു. അതിൽ കൂടുതൽ ഇല്ല, അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല. അത് കോടതി കിടക്കുന്ന കാര്യങ്ങളല്ലേ. ഇല്ല, അല്ല, ഇത് റെഗുലർ ബെയിലാണ്, മജിസ്ട്രേറ്റ് കോടതിയിലാണ്. ഇല്ല, കേസിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. ഇന്നലെയാണ് അറിയുന്നത്. ഇതിനു മുമ്പായിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഇല്ല, ലീഗൽ ഒപ്പീനിയൻ ഒന്നും എടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോ എന്താ സംഭവിച്ചത്? പെട്ടെന്ന് തന്നെയാണ് സാറും കയറി വന്നത്. നേരത്തെ അറിയില്ല. ഹോസ്പിറ്റലിൽ നിന്ന് നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിന് വരെ നേരെ ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലൈന്റ് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരിക ചെയ്തത്. അങ്ങനെ തിടുക്കുണ്ടായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞതാണ്, സ്പൈൻ സർജറി കഴിഞ്ഞതാണ്. അതിൻ്റെതായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അത് നന്നായിട്ടുണ്ട്. ജാമ്യാപേക്ഷയിൽ വാദം പറയുന്നത് ഇല്ല, അത് കോടതിയിലുള്ള ലീഗൽ കാര്യങ്ങൾ. ഇന്ന് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട് നമ്പർ 1-ലാണ്. കോടതിയല്ലേ തീരുമാനിക്കേണ്ടത്. ഇല്ല, നേരെ വനിതാ പോലീസ് സ്റ്റേഷനിൽ രാവിലെ വരെ എല്ലാവരും ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നതാണ്.